ഒരുക്കോളാം. രാമ ഒന്നിങ്ങ വന്നേ. വിശാരണി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തന്റെ ജ്യോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്ന് ബോധ്യമായി. നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലൊരു നേരികക്ഷിയല്ല. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണോ അവനെക്കുട്ട? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ. താൻ വേണേ പൂട്ട്. വേണമെങ്കിലോ? രാമ, വാ വാ. കിടന്നോ. അയ്യോ, ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുകാം. ഞാനൊന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. കേറ് കേറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിച്ചോണം. അവസാനം നിരാശയ്ക്ക് ഇടവരരുത്. ഇയാള് കിടക്കാൻ പോവാ? ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. എന്താ? ഞാനല്ലേ? ഓ, വലിയൊരാണ്. ഇങ്ങോട്ടൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ട്. വേണ്ട, വിശാരിച്ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ, വേലക്കാരന് നിലത്തിരിക്കാമല്ലോ. അവിടെ എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല. ഏറ്റോ? ചിരിച്ചു. ഇല്ല, ഒരിക്കൽ കൂടി. ശരി. രാമനാണല്ല. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവാ. ഇയാൾക്ക് നാളെ ബീച്ചിൽ പോണോന്ന് പറഞ്ഞില്ലേ? നാളെ റെഡി ആയിക്കോ, ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു. അവന്മാരോട് പറയണ്ട. ചേട്ടന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. അതെന്താ? എത്ര നേരമായിട്ട് ചവിട്ടുക? കിതക്കുന്നേ ഇല്ല. ഞാനങ്ങനെ പിഷാരടിയോ ചെറിയാനോ ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇയാൾക്കൊരു പ്രത്യേക വാസന. എന്ത് വാസന? അയ്യോ, ആനച്ച. ചേട്ടാ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടോ? ഏയ്, ഇയാള് വലിയ ആണാന്ന് പറഞ്ഞിട്ട് ആണിന്റേതായിട്ടുള്ള ഒരു വെയിറ്റും ഇല്ല. ചേട്ടൻ ഇങ്ങനെ ഇരുത്തി ചവിട്ടി പരിചയമില്ലെന്ന് തോന്നുന്നു. എന്താ? ചേട്ടൻ സൈക്കിളല്ല ചവിട്ടുന്നത്, എന്നെയാ. ചേട്ടൻ പുറകിലോട്ടിരി, വേണമെങ്കിൽ ഞാൻ ചവിട്ടാം. അതെന്തായാലും വേണ്ട. ഇയാളെ ഇങ്ങനെ മുമ്പിലിരുത്തി ഇങ്ങനെ പുറകിലിരുന്ന് ചവിട്ടുന്നതാണ് അതിന്റെ ഒരു സുഖം. ഇയാളെ കൊണ്ട് നടന്നു, ഞാൻ ഇപ്പൊ വരാം. ചേട്ടൻ എങ്ങോട്ട് പോവാ? ഞാൻ ഇയാൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകും. എന്ത് സമ്മാനം? അത് സസ്പെൻസ്. ഇയാൾ കൊണ്ട് നടന്നോ, ഞാൻ ഇപ്പൊ വരാം. പൂവേ മുല്ലപ്പൂ. ഏയ് പൂ. അസ്സലാമലൈക്കും റസാഖേ. വാലൈക്കും സലാം. കച്ചവടമൊക്കെ എങ്ങനെ? തിരക്കില്ല സാർ, ഇനി സീസൺ വരണം. അത് ശരി. സാറിന്റെ പതിവില്ലാതെ എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യനെ റസാഖിന് ഓർമ്മയുണ്ടോ? ഒരു വെളുത്ത പയ്യനല്ലേ? അവന്റെ തൊലി മാത്രമേ വെളുപ്പുള്ളൂ, ബാക്കിയൊക്കെ പ്രശ്നമാണ്. എന്ത് പറ്റി സാർ? അവൻ എന്നെ പറ്റിച്ചിട്ട് പൊയ്ക്കണം. എനിക്കിപ്പോ അവനെ ഒന്ന് തപ്പണം.
രാവിലെ എത്ര മണിക്ക് വിളിക്കണം? രാവിലെ തട്ടാം, അപ്പൊ തുറന്നാ മതി. ആ ഈ വേഷം നല്ല ചേർച്ചയുണ്ട്. ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം, ആരോടും പറയണ്ട. ഞാനൊരു സത്യം പറയട്ടെ, നീ ഒരു സുന്ദരി കുട്ടിയാ. എന്തൊരു ചിരിയായത്. പൊന്നുംകുടത്തിന് പൊട്ടു വേണ്ടെന്നാ പറയാറ്, പക്ഷേ എന്റെ സുന്ദരി കുട്ടിക്കൊരു പൊട്ടു വേണ്ടേ? ഇനി എന്നോടെന്തെങ്കിലും പറ. എന്തിനാ രാമനായിട്ട് ആൺവേഷത്തിൽ? അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ ചോദിച്ചോണ്ടാണോ? ഇനി ചോദിച്ച ഞാൻ ഇവിടുന്ന് പോവും. അയ്യോ പോണ്ട, ഇനി ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയില്ല, പോരെ? ഞാൻ എന്ത് പേരാ വിളിക്കേണ്ടത്? രാമാന്ന് വിളിക്കാൻ ഇനി ബുദ്ധിമുട്ടാ. ഞാനൊരു പേര് വിളിക്കട്ടെ? മുയൽക്കുട്ടി കൊള്ളാവോ? പൂ ഇഷ്ടമാണോ? ഞാൻ വെച്ച് തരട്ടെ? അയ്യോ, ഇത് എവിടെ, എങ്ങനെ വെക്കും? നല്ല തമാശ. ഞാൻ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഞാൻ തൊട്ടത് ഇഷ്ടമായില്ലല്ലേ? പിന്നെ പിന്നെന്താ ഇഷ്ടം? സംസാരിച്ചോണ്ടിരിക്കാം വെളുക്കോളം. എന്നാ സംസാരിച്ചു തുടങ്ങാം, കുറച്ച് സമയമുള്ളൂ.